യുദ്ധരംഗത്ത് ഒരു ഡ്രോൺ തകരുന്നത് ഇന്നൊരു പുതിയ വാർത്തയൊന്നുമല്ല. എന്നാൽ തകരുന്നത് അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ MQ-9 റീപ്പർ ഡ്രോൺ ആണെങ്കിൽ അതൊരു വാർത്തയാണ്. വർഷങ്ങളായി ആഗോള ഉപരോധങ്ങൾ നേരിടുന്ന ഇറാൻ തങ്ങളുടെ പക്കലുള്ള തികച്ചും രഹസ്യമായ ഒരു പുതിയ ആയുധം ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്? ഈ യുദ്ധവിമാനം വീഴ്ത്തിയത്. അപ്പോ അമേരിക്കയുടെ അഭിമാനമായ ഈ അത്യാധുനിക നിരീക്ഷണ ഡ്രോൺ ഇറാൻ എങ്ങനെ തകർത്തു എന്നതാണ് അന്താരാഷ്ട്ര വിദഗ്ധരെ തന്നെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഹോർമൂസ് കടലിടുക്കിന് സമീപം നടന്നു എന്ന് പറയുന്ന ഈ സംഭവം അത്രയ്ക്ക് ശരിയാണ് എങ്കിൽ അതൊരു അമേരിക്കൻ ഡ്രോൺ നഷ്ടപ്പെട്ട കഥ മാത്രമല്ല, മറിച്ച് ലോക സൈനിക ശക്തികളുടെ കണക്കുകൂട്ടലുകൾ തന്നെ അപ്പാടെ മാറ്റിമറിക്കപ്പെട്ടു, അല്ലെങ്കിൽ അപ്പാടെ പാളിപ്പോയിരിക്കുന്നു. അതാണ് ഇപ്പോൾ എല്ലാവരും ഒരേ പേര് തിരയുന്നത്, അരാഷ് ഇ കമാൻഡർ. ഇറാൻ വികസിപ്പിച്ചു എന്ന് പറയുന്ന ഈ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനം എന്താണെന്നറിയണ്ടേ? അതായത് അമേരിക്കയുടെ ഏറ്റവും വിശ്വസനീയമായ നിരീക്ഷണ പ്ലാറ്റ്ഫോമുകളിലൊന്നായ MQ-9 റീപ്പറിനെ ശരിക്കും ലക്ഷ്യമിടാൻ ഇതിന് സാധിക്കുമോ? അതോ ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി മാത്രം ഉന്നയിക്കുന്ന ചില അവകാശവാദങ്ങളാണോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. എന്തായാലും ഏകദേശം $30 മില്യൺ വിലമതിക്കുന്ന MQ-9 റീപ്പർ ഡ്രോൺ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണ ആക്രമണ പ്ലാറ്റ്ഫോമുകളിലൊന്നായി കണക്കപ്പെടുന്നു.